ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഹണ്ട് എന്ന് പറഞ്ഞ ഒരു സിനിമയെ കുറിച്ചാണ് പറയുന്നത്. ഷാജി കൈലാസിന്റെ എലോൺ എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ട് ഇന്ന് ഓഗസ്റ്റ് 23 റിലീസ് ചെയ്ത ഒരു പടമാണ് ഹണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് അഭിനയിക്കുന്നവർ ഭാവന, അതുപോലെ രഞ്ജി പണിക്കർ, അജ്മൽ, അതിഥി തുടങ്ങിയവരാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു പാരാസൈക്കോളജിക്ക് എതിരെ നീങ്ങുന്ന ഒരു ഡോക്ടറുടെ റോളാണ് നമ്മുടെ ഭാവന ചെയ്യുന്നത്. അപ്പം പാരാസൈക്കോളജിയിലൊന്നും വലിയ വിശ്വാസമില്ല. പാരാസൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കുറച്ച് അനുഭവങ്ങളും അങ്ങനെ കുറച്ച് ഹൊറർ എലമെന്റ് ഒക്കെ ഉള്ള സംഭവങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പം ആ രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ നമ്മുടെ രഞ്ജി പണിക്കർ മസിൽ പിടിച്ച് നടക്കുന്ന അദ്ദേഹം കുറച്ച് മസിൽ പിടിച്ച് 1-2 ടെക്നിക്കുകൾ നമ്മുടെ ഭാവനയെ ചെയ്യുന്നു. അതിനുശേഷം ഭാവനയ്ക്ക് ഈ ഒരു പാരാസൈക്കോളജിയിലുള്ള വിശ്വാസം കൂടുന്നു. തുടർന്ന് ഒരു പുഴയിൽ നിന്ന് ഒരു 5-6 വർഷം പഴക്കമുള്ള ഒരു സ്കെൽറ്റൻ കിട്ടുന്നു. അതിനുശേഷം പോലീസ് ഇതിന്റെ പുറകെ അന്വേഷിച്ചിറങ്ങുന്നു, ഈ സ്കെൽറ്റൻ എങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു സൈഡിലൂടെ പാരാസൈക്കോളജി കാര്യങ്ങൾ, പ്രേതം എലമെന്റ്സ് ഒക്കെ കാണിച്ചു പോകുന്നു. ഒരു സൈഡിലൂടെ പോലീസ് അന്വേഷിച്ചു പോകുന്നു. അപ്പോൾ ഇത് ആര് ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രേത സിനിമകൾ നമ്മൾ കുറേ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. വെള്ള സാരി ഉടുത്തുള്ള പ്രേതം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ള ചുരിദാറിട്ട പ്രേതത്തെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വെള്ള ചുരിദാറിട്ട പ്രേതമാണ് ഇതിനകത്ത് ഫൈനലി ജയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്. സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സിനിമ ഇങ്ങനെ തന്നെ പോവുകയുള്ളൂ എന്നറിയാം. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഒട്ടും എന്താ പറയുക, ഒരു പ്രതീക്ഷയും തരാത്ത, വളരെ നിരാശപ്പെടുത്തിയ ഒരു പടമാണ്. ലാസ്റ്റ് ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്, ഒരു പ്രയോജനമില്ല. നമുക്ക് ഈ ഒരു 2 മണിക്കൂറുള്ള പടം തിയേറ്ററിൽ ഇരുന്ന് 3-3.5 മണിക്കൂർ കാണുന്ന അത്രയും ലാഗോടുകൂടി കാണാൻ പറ്റിയ ഒരു ഷാജി കൈലാസ് പടമാണ്. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ഒട്ടും സാധിച്ചിട്ടില്ല ഈ പടത്തിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാവനയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്തു. അതുപോലെ നമ്മുടെ മസിൽ പിടിച്ച രഞ്ജി പണിക്കർ സ്ഥിരമായി അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി ആർക്കും ഒരു കഥാപാത്രത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഈ സിനിമയിൽ കഴിഞ്ഞിട്ടില്ല. ഒരു BGM ആണെങ്കിൽ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത BGM ആണെങ്കിൽ കൂടി നമ്മളെ അലോസരപ്പെടുത്തുന്ന അനാവശ്യമായിട്ടുള്ള BGM കയറ്റി കുത്തി തിരികിട്ടിരിക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നിരാശപ്പെടുത്തിയ ഒരു തിയേറ്റർ അനുഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ OTTയിൽ വന്നാൽ കാണാം. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആ പൈസ കൂടി പോകും. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം, പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാരും ഓരോ രീതിയിലല്ല ചിന്തിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത്. സോ ഇത്രയുള്ള ഈ വീഡിയോയുടെ റിവ്യൂ നമുക്ക് അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.